ഇന്ന് കോളേജ് വിട്ട് വന്നിട്ട് ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി. ദിസ് ഇസ് ദ സാധനം. നല്ല സ്മെല്ല്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഇത് ഉണ്ടയാണല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പുട്ടിൻ്റെ ഒക്കെ പോലെയാണ്. നോബഡി ക്യാൻ ഡിഫറൻഷിയേറ്റ്. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല അടിപൊളി കളറാണ്. കുറച്ചും കൂടി ഉണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ചക്ക പൊരിച്ചു, ചക്ക വരട്ടൊക്കെ ചെയ്തില്ലേ, ആ ചക്കയുടെ കുരു ഞാൻ നമ്മുടെ ഓട്ടിച്ചില്ലേ, ഓട്ടിച്ചിൽ വെച്ചൊരു 3 ദിവസം വെച്ച് ഉണക്കിയിരുന്നു. അതായത് ഒരു 250 ഡിഗ്രിയിൽ 1 hour വെച്ചിട്ട് ഞാൻ ഇടക്കിടക്ക് ഓർക്കുന്ന സമയത്തൊക്കെ പോയിട്ട് ഉണക്കും. രാത്രി ഉണക്കി വെച്ചിട്ട് ഞാൻ ഉറങ്ങും, പിറ്റേ ദിവസം വീണ്ടും ഉണക്കും. അങ്ങനെ 2-3 ദിവസം വെച്ച് ഉണക്കി ഞാനൊരു കുപ്പിയിൽ സൂക്ഷിച്ചിരുന്നു. ഒരു കുപ്പിയിൽ 2-3 കുപ്പിയിൽ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അതുകൊണ്ടൊരു ലഡു ഉണ്ടാക്കാനൊരു ചക്കക്കുരു ഉണ്ടാവും. അടിപൊളിയാട്ടോ. ഇത് ചക്കക്കുരു എന്ന് ഒരു മനുഷ്യനും കഴിച്ചാൽ മനസ്സിലാവില്ല ഇതിൽ. എന്നിട്ട് ഇന്ന് ഞാൻ ചുമന്ന അരിയില്ലേ നമ്മുടെ, അപ്പോൾ ചുമന്ന അരി ഇവിടെ ഇല്ല, ഇവിടെ ഞങ്ങൾ വെള്ളക്കുറവ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ കുറിയരി ഇല്ലേ, കുറിയരി, ചുമന്ന കുറിയരി, പനി വരുമ്പോൾ കുടിക്കുന്നത്, അത് ഒരു ഗ്ലാസ് എടുത്ത് നന്നായിട്ട് അടുപ്പിൽ വറുത്തു സിമ്മിൽ. ആൻഡ് ചക്കക്കുരുവിന് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചു, തൊലി കളഞ്ഞ ശേഷം ആ റെഡ് സ്കിന്നുണ്ട്, വൈറ്റ് സ്കിന്ന് കളഞ്ഞു. പിന്നെ തേങ്ങയും നെയ്യിൽ തേങ്ങ റോസ്റ്റ് ചെയ്ത് പൊടിച്ച ഏലക്കാപ്പൊടി അതും ചേർത്ത് ശർക്കര പാവ് കാച്ചി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ട പിടിച്ചതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് എനിക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കുറച്ച് റഫായിരുന്നു. അപ്പോൾ ആ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് നമ്മൾ സോക്കായപ്പോൾ കറക്റ്റ് ഉണ്ട പിടിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചക്കക്കുരുവാണെന്ന് ഒരാൾക്ക് മനസ്സിലാവില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ചക്കക്കുരുവും അരി വറുത്തതും, ചുമന്ന അരി വറുത്തതും, തേങ്ങയും ഒരു ഫുൾ തേങ്ങയും, പിന്നെ ഏലക്കാപ്പൊടിയും ശർക്കര പാവ് കാച്ചത് കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ലഡുവാണത്. വെരി ടേസ്റ്റി. യു ആൾസോ ട്രൈ.